الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم الحياء شعبة من الإيمان صدق رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. വന്യരായ നമ്മുടെ സോണിന്റെ പ്രസിഡന്റ് ഹംസ മിസ്ബാഹി ഉസ്താദ് അവർകൾ, മദനി ഉസ്താദ് ഇസ്ഹാഖ് പാലക്കോട്, നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ്, മറ്റു നേതാക്കൾ, പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകർ, നേതാക്കൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം ആഖിറത്തിലേക്കുള്ള അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. പിലാവളപ്പ് SYS സംയുക്തമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മിസ്ബാഹി ഉസ്താദ് അവർകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി. ചുരുങ്ങിയ വാക്കുകൾ ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ സിറാജിനെ പരിചയപ്പെടുത്തിയതുപോലെ ഇവിടെ സംഗമിച്ച എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിലേക്ക് സുബഹിന്റെ സമയത്ത് സിറാജ് എത്തണം. അതിനെല്ലാം പുറമെ സുന്നി വൈസിന്റെ പ്രചാരണ കാലയളവ് കഴിഞ്ഞു. ചെരുവത്തൂർ സോൺ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലെ എല്ലാ പ്രവർത്തകരും SYSന്റെ മുഖപത്രമായ സുന്നി വൈസ് വരിക്കാരാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആദർശ പ്രസ്ഥാനം, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ വിശ്വാസത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ മധ്യത്തിലുള്ള കസാര ഒന്ന് നടക്കണം. ഇങ്ങോട്ടിരിക്കുക ചെറുപ്പക്കാരൊന്നും, ഇങ്ങോട്ടിരിക്കുക. ഈ നടുവിലുള്ള കസാരയിലേക്ക് ഇല്ല, ഇങ്ങോട്ട് കയറിയിരിക്കാം. കുറേ സമയമൊന്നും പറയൂലോട്ടോ, കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ്. നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട. അല്ലാഹുവിന്റെ ദീൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്ത് എത്തിക്കപ്പെട്ടു. അല്ലാഹു പൊരുത്തപ്പെട്ട മതമാകുന്ന ഇസ്ലാം ലോകത്ത് വന്ന് പ്രബോധനം ചെയ്തത് അല്ലാഹു ഡയറക്റ്റ് അല്ല. ആ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടക്കം കുറിച്ച് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രവാചക ശൃംഖലയ്ക്ക് സമാപനം കുറിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് 23 കൊല്ലത്തെ കാലയളവ് കൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തി. ശേഷം
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് അപ്പടി അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയെടുത്തു. സ്വഹാബത്തിൽ നിന്ന് താബികളുടെ പരമ്പരാഗതമായി ഇടമുറിയാതെ കണ്ണീരോടെ നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ട ഈ പ്രസ്ഥാനം, അമ്പിയാക്കളുടെ കാലശേഷം ഈ പ്രസ്ഥാനത്തെ ലോകത്തേക്ക് പ്രബോധനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടത് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തര അവകാശികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിച്ച പണ്ഡിത കേസരികളാണ്. ആ പണ്ഡിത പാരമ്പര്യത്തിലൂടെ ഇസ്ലാമിക പ്രബോധനം കേരളത്തിലും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് മുഖേന താബിഈകളിലൂടെ പരമ്പരാഗതമായി ഇടമുറിയാതെ കേരളക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനമായി കടന്നെത്തിയ സൈനുദ്ദീൻ മഖ്തൂമിലൂടെ പരമ്പരാഗതമായി ആ പൊന്നാണിൽ വെച്ച് ദർസ് തുടങ്ങി ആ ദർസിൽ വളക്കത്തിരുന്ന് 4 മദ്ഹബിനെ കുറിച്ച് പഠനം നടത്തി ഫത്വ കൊടുക്കാൻ യോഗ്യരായ പണ്ഡിതന്മാരെ വളക്കത്തിരുത്തി പുറത്തേക്ക് വിട്ട സൈനുദ്ദീൻ മഖ്തൂം തങ്ങൾ, ആ സൈനുദ്ദീൻ മഖ്തൂം തങ്ങളുടെ അരികെ ഓതിപ്പടിച്ച കേരളക്കരയിലെ പണ്ഡിതന്മാർ കേരളത്തിന്റെ നാനാഭാഗത്ത് വന്ന് ദർസ് തുടങ്ങുകയും ആ ദർസിലൂടെ ലോകമെമ്പാടും പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയാണ് ചെയ്തത്. ആ പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഒരു കാലഘട്ടം ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, ഇവിടെ കൂടിയ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഏതാണ് ആ കാലഘട്ടം? അന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തുവോ എന്ത് പറഞ്ഞുവോ ആ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ആ നാട്ടിലുണ്ടായിരുന്നില്ല. ആലിമീങ്ങൾ പറയുന്നത് അപ്പടി ജീവിതത്തിൽ പകർത്തത് സ്വീകരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളായിരുന്നു കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞുപോയത്. ഈ നിലക്ക് പണ്ഡിതന്മാരെ അനുസരിക്കുന്ന നല്ല ഒരു തലമുറ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പണ്ഡിതന്മാരെ മുഖത്തേക്ക് കരിവാരിത്തേക്കാനും പണ്ഡിതന്മാരെ അനുസരിക്കുന്നവരെ അതിന് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയും ബ്രിട്ടീഷുകാരന്റെ അച്ചാരം വാങ്ങിയ വഹാബികൾ 1921 കാലയളവിൽ കേരളത്തിൽ ഉടലെടുത്തപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ആ ബ്രിട്ടീഷുകാരന്റെ അച്ചാരം വാങ്ങി ഇവിടെ വഹാബിസം പ്രചരിപ്പിക്കാൻ 21 കാലയളവിൽ വിദേശകാരി രംഗപ്രവേശനം ചെയ്തപ്പോ ഇദാ ലഹറൽ ബിദ്ഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, വിദ്അത്ത് ഇവിടെ വെളിപ്പെടുന്ന സമയത്ത് പണ്ഡിതന്മാർ അടങ്ങിക്കൂടിയാൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്താണ് പണ്ഡിതന്മാര് ചടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് 25-26 കാലയളവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വലിയ പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകുന്നു. ആ പണ്ഡിത സഭ രൂപീകരിച്ചുകൊണ്ട് ഓരോ വർഷങ്ങളും പണ്ഡിത സഭയുടെ ആ ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ വാർഷിക സമ്മേളനം നടത്തി. ആ സമ്മേളന പ്രമേയങ്ങൾ ലോകത്തേക്ക് പുറപ്പെടുവിച്ച് അങ്ങനെ കാലം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഏകദേശം 58-59 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ സംഘടനയാണ് സുന്നി യുവജന സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന SYS. നാമൊക്കെ SYSന്റെ പ്രവർത്തകരാ. ആ സുന്നി യുവജന സംഘം 59 വർഷം പിന്നിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അൽഹംദുലില്ലാഹ് 59 വർഷം തികയുന്ന 60ലേക്ക് കടന്നു വരുന്ന SYS, ആ SYS ഇന്ന് കേരളക്കരയിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാ. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ അതേ നീലഗിരി അടക്കമുള്ള 15 ജില്ല കൂട്ടിയാൽ ഏകദേശം 6382 യൂണിറ്റുകൾ കേരളത്തിൽ SYS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 6382 യൂണിറ്റുകളും 762 സർക്കിളുകളും 125 സോൺ കമ്മിറ്റികളും 15ഓളം വരുന്ന ജില്ലാ കമ്മിറ്റികളും 6.5 ലക്ഷം മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകരും SYSന്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. SSFന്റെ കണക്കിപ്പോൾ ഞാൻ പറയുന്നില്ല, കേട്ടാൽ ചിലപ്പോൾ തളർന്നു പോകും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ SYS ആണ് നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത്. 6 ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകർ SYSന് വേണ്ടി കരുത്തുറ്റ എന്തും പണ്ഡിതന്മാരുടെ നേതൃത്വം. ആ പണ്ഡിതന്മാർ എന്താണോ കൽപ്പിക്കുന്നത് അത് അപ്പടി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന 6.5 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകന്മാർ SYSനുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ SYSന്റെ പ്രവർത്തകർ എന്നും വലിയ പർവ്വതം പോലോത്ര നേതൃത്വത്തിന്റെ പിന്നിൽ അജയ്യരായ പ്രവർത്തകരാണ്. നമ്മുടെ നേതൃത്വം ആരാണ്?
ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു ആഫിയത്തോടെ ഇനിയും ആയുസ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നേതൃത്വന്മാരാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ആഫിയത്തോടെ ആയുസ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നേതൃത്വന്മാരാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ഇനിയും അവിടുത്തെ സ്ഥാനം ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഈ പർവ്വതം പോലത്തെ അജയ്യമായ നേതൃത്വത്തിന്റെ മുന്നിൽ അണിനിരക്കുന്ന പ്രവർത്തകരാണ് ഞാൻ. ഈ പ്രവർത്തകർ നേതൃത്വം പറയുന്നതിനപ്പുറം ലെവലേശം പോലും മാറി ചിന്തിക്കുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് തന്നെ എവിടെ അക്രമമുണ്ടായാലും, എവിടെ കുഴപ്പമുണ്ടായാലും, എവിടെ ബോംബ് വെച്ചാലും, എവിടെ മദ്രസ കത്തിച്ചാലും, എവിടെ കൊല ചെയ്യപ്പെട്ടാലും നമ്മുടെ നേതൃത്വം സൗമ്യം പാലിക്കണമെന്നാണ്. നിങ്ങൾ അക്രമത്തിന് ഇറങ്ങരുത്, കുഴപ്പം ഇറങ്ങരുത്, സബർ കൈമുതലാക്കി ജീവിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് 8ഓളം വരുന്ന ശുഹദാക്കളുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ പ്രസംഗിച്ചത് 5 ശുഹദാക്കൾ എന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 8ഓളം വരുന്ന സംഘടനയുടെ അതേ ഷഹീദായ 8ഓളം വരുന്ന ശുഹദാക്കളുണ്ട്. നേരെ മറിച്ച് ചരിത്രം പരിശോധിച്ചാൽ ഇന്നവരെ ഈ ഭാഗത്ത് നിന്നിട്ട് SSFിൽ നിന്നിട്ട് SVSിൽ നിന്നിട്ട് അങ്ങോട്ടൊരു പ്രവർത്തകനെ ആക്രമിച്ചതായി, കൊല ചെയ്യപ്പെട്ടതായി ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചു നോക്കിയാൽ കാണിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. ഞാനിത് പറയുന്നത് ധൈര്യത്തോടെയാണ്, സംഘടനയെ കുറിച്ച് പഠിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ SYSന്റെ പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പർവ്വതം പോലത്തെ നേതൃത്വത്തിന്റെ മേൽ അണിനിരക്കുന്നവരാ ആലിമീങ്ങളെ നേതൃത്വം അംഗീകരിക്കുന്നവരാകണം. ഇൻഷാ അല്ലാഹ് ആ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നാളെ അവരെ പിന്നാലെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യശ്ഫഉ യൗമൽ ഖിയാമത്തി സലാസ. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ 3 വിഭാഗം ജനങ്ങൾക്ക് ശഫാഅത്തിന്റെ അധികാരമുണ്ട്. അൽ-അംബിയാഉ വൽ ഉലമാഉ വശുഹദാ. യജമാനായ റബ്ബിന്റെ കോടതിയിൽ ശുപാർശക്ക് അധികാരമുള്ളവരാരാണ്? 1 അംബിയാക്കളാണ്, 2 ആലിമീങ്ങളാണ്, 3 ശുഹദാക്കളാണ്. ഇൻഷാ അല്ലാഹ് അംബിയാക്കളുടെ ശുഹദാഇന്റെ ശഫാഅത്തിന്റെ അധികാരം കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവിടെ ശഫാഅത്തിന്റെ അധികാരമുള്ളവർ പണ്ഡിതന്മാരാണ്, അതിന്റെ ശേഷം ശുഹദാക്കളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പണ്ഡിതന്മാരെ പിന്നാലെ അണിനിരന്നുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ നേതൃത്വമാകുന്ന പണ്ഡിതന്മാർക്ക് ശഫാഅത്തിന്റെ അധികാരം കൊടുക്കുമ്പോൾ അവരെ പിന്നാലെ അണിനിറങ്ങി സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ SSFന്റെ SYSന്റെ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ പ്രവർത്തനം ഭൗതിക താല്പര്യത്തിന്റെ വേണ്ടിയല്ല, ഈ നാറിയ ദുനിയാവിന്റെ ജീവിതത്തിന്റെ വേണ്ടിയല്ല, അധികാരമോഹത്തിന്റെ വേണ്ടിയല്ല, പണങ്ങൾ കൊയ്തുണ്ടാക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇന്ന് വരെ SSFിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞാൻ കുറെ സമ്പാദ്യം ഉണ്ടാക്കിയെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു എന്നല്ലാതെ തിരിച്ചിങ്ങോട്ട് വരുന്ന ചരിത്രമില്ല. SSFന് വേണ്ടി പ്രവർത്തിക്കുന്നത്, SYSന്റെ പിന്നാലെ അണിനിരക്കുന്നത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോയാൽ ആ പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണം. നിങ്ങൾ കേട്ടില്ലേ, ഇന്നലെ നമ്മുടെ പഴയ കടപ്പുറത്ത്, കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്ത് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന SSFന്റെ ദയ്യനായ ഒരു പ്രവർത്തകൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് രാവിലെ 9 മണിക്ക് കബറടക്കി. ഇന്ന് പത്രത്തിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഫോട്ടോ കാണാം. അല്ലാഹു ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിതം സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അല്ലാഹുവേ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്, കുടുംബത്തിന് സമാധാനം നൽകണേ റഹ്മാനേ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഓ എന്റെ SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, നാം എന്തിനു വേണ്ടി സംഘടനയുടെ പിന്നാലെ പോകുന്നു? ഇപ്പോൾ ഇവിടെ ഉമറുൽ ഫാറൂഖ് ഞാൻ ദുആ ചെയ്തു, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ആമീൻ പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് എന്റെ അനുജനല്ല, എന്റെ ജ്യേഷ്ഠനല്ല, എന്റെ കുടുംബക്കാരനല്ല, എന്റെ ആരുമല്ല. പക്ഷേ ഞാനും ഉമറുൽ ഫാറൂഖും ഒരു ബന്ധമുണ്ട്. ഏതാണ് ആ ബന്ധം? താജുൽ ഉലമയുടെ അണിനിരക്കുന്ന ഒരു ബന്ധം, പിന്നിൽ അണിനിരക്കുന്ന ഒരു ബന്ധമാണ്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്ന ഒരു ബന്ധമാണ്. ആ നിലക്കുള്ള സംഘടനാ ബന്ധമാണ്. ഞങ്ങൾ സംഘടനാ
കുടുംബക്കാരാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മൾ മരിച്ചാലും നമുക്ക് ദുആ കിട്ടണം, നമ്മൾ മരിച്ചാലും ദിക്ർ ഹൽഖ കിട്ടണം, നമ്മൾ മരിച്ചാലും നമുക്ക് ഇതുപോലെ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കണം. വന്യരായ അയ്യൂബ് ഖാൻ സഅദി ഉസ്താദ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ റമദാൻ 10 വൈകുന്നേരം 6 മണിക്ക് മടിക്കേരിയിൽ വെച്ച് അപകടത്തിൽ വെച്ച് മരണപ്പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ പണ്ഡിതൻ അയ്യൂബ് ഖാൻ സഅദി ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു, അയ്യൂബ് ഖാൻ സഅദി ഉസ്താദ് കാസർഗോഡ് ജില്ലക്കാരനല്ല, കൊല്ലം ജില്ലയിൽ ജീവിച്ചു വളർന്നവരാണ്. പക്ഷേ ഇസ്ലാമിക ദഅവ പ്രബോധനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. സഅദിയയ്ക്ക് വേണ്ടി നട്ടോടമോടിയ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ആ പണ്ഡിതൻ റമദാൻ 10 കൊടകിലേക്ക് സഅദിയുടെ പ്രചരണത്തിന് വേണ്ടി പോയപ്പോ മടിക്കേരിയെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഖളാ തീർത്തുന്നത്, അദ്ദേഹത്തിന് നിശ്ചയിച്ച അജലി എത്തുന്നത്. ആ സമയം എത്തിയപ്പോൾ എവിടെയാണെന്ന് പറയാൻ പറ്റൂല. അത് വണ്ടിയിലാണോ, വഴിയിലാണോ, വീട്ടിലാണോ, പേരിലാണോ, കടലിലാണോ, എവിടെയായാലും റബ്ബിന്റെ തീരുമാനം എത്തുന്ന സമയത്ത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഒന്നരായ ഉസ്താദിന് അവിടെ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ന് ഉസ്താദിന് വേണ്ടി അതേ കൊടകിലെ മടിക്കേരിയിൽ വെച്ച് മടിക്കേരി ജുമാഅത്ത് പള്ളിയിൽ മയ്യിത്ത് നിസ്കാരം നടക്കുമ്പോ ആ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത് ആയിരങ്ങളാണ്. ഞങ്ങൾ വന്നിട്ട് രാത്രി 2:30 മണി സമയത്ത് സുള്ളിയ ടൗണിൽ വെച്ച് മയ്യിത്ത് നിസ്കാരം നടക്കുമ്പോ ആയിരങ്ങളാണ് 2:30 മണി സമയത്ത് ഇവിടെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് രാവിലെ അത്താഴ സമയത്ത് സുബഹിന്റെ സമയത്ത് സഅദിയിൽ വെച്ച് മയ്യിത്ത് നിസ്കാരം നടക്കുമ്പോ 10,000ങ്ങളാണ് മയ്യിത്ത് നിസ്കാരത്തിന് സമ്മേളിക്കുന്നത്. എന്നിട്ട് കൊല്ലം ജില്ലയിലേക്ക് ജനാസ കൊണ്ടുപോകുമ്പോൾ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് ജനാസ മയ്യിത്ത് നിസ്കാരം നടക്കുമ്പോ ആയിരങ്ങളാണ് അവിടെ സമ്മേളിക്കുന്നത്. അവസാനം കൊല്ലം ജില്ലയിൽ അവിടുത്തെ സ്വന്തം നാട്ടിൽ വെച്ച് മയ്യിത്ത് നിസ്കാരം നടക്കുമ്പോ ഒരു തവണ നിസ്കരിക്കുമ്പോൾ ജനങ്ങൾ തീരുന്നില്ല, പലവട്ടം മയ്യിത്ത് നിസ്കരിച്ച്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ചോദിക്കുന്നു, ഉസ്താദിന് എവിടെ നിന്നാണ് ഇത്രയും വലിയ ജനസാഗരങ്ങൾ കിട്ടിയത്? ഉസ്താദ് നമ്മളെ കുടുംബക്കാരനല്ല, പക്ഷേ ഞങ്ങൾ സംഘടനാ കുടുംബക്കാരാണ്, സംഘടനയിലെ പ്രവർത്തകരാണ്. ഞാൻ ഈ പിനാവളപ്പിൽ വഅദ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചാലും നമ്മളെ ഖബറിലേക്ക് ഇതുപോലെ ജനാസ നിസ്കാരം കിട്ടണം, നമ്മളെ മയ്യിത്ത് നിസ്കാരം നമുക്ക് കിട്ടണം, നമുക്ക് ദിക്ർ ഹൽഖ കിട്ടണം, നമുക്ക് സ്വലാത്ത് ഹൽഖ കിട്ടണം. അതിന് വേണ്ട ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റാണ് ഈ സംഘടനാ പ്രവർത്തനമെന്ന് ഞാൻ വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലു സുന്നയിൽ അടിയുറച്ച് ജീവിച്ച് പ്രവർത്തിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു, സംഘടനാ പ്രവർത്തകരാകണമെന്നതോടുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ, വന്യരായ മൗലാന എം.എ. ഉസ്താദ് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. 92.5 വയസ്സാണ്. ആ 92.5 വയസ്സുകാലത്ത് ഇന്നും സുബ്ഹാനല്ലാഹ് വന്യരായ ഉസ്താദ് അവർകൾക്ക് ദർസ് നടത്താൻ കഴിയാത്ത 92.5 വയസ്സായ സമയമാണ്. ആ ഉസ്താദ് ഇന്നും ഇസ്ലാമിക പ്രബോധനം അവിടുത്തെ വീട്ടിൽ വെച്ച് നടത്തുന്നു. അതാ കൈകളെ കൊണ്ട് ഈ വയസ്സായ സമയത്ത് അവിടുത്തെ കരങ്ങളെ കൊണ്ട് കിതാബ് രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ റമദാനിന്റെ ശേഷം ഇന്നേ സമയം വരെ 500-600 പേജുള്ള അറബിയിലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഉസ്താദിന് വിശ്രമമില്ല. ഈ അടുത്ത് കാണാൻ വേണ്ടി പോയപ്പോൾ ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് ഞങ്ങളെ മനസ്സ് വേദനിപ്പിക്കുകയാണ്. ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞൊരു വാക്ക്, എനിക്ക് നിങ്ങൾ ദുആ ചെയ്യണം. എന്തിനാണ്? ഉസ്താദിന് എപ്പോഴും കിതാബ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഉസ്താദിന് കിതാബ് എഴുതാനും കഴിയുന്നില്ല. കാരണം കൈക്കൊരു വറ വന്നിരിക്കുകയാണ്. നാവ് കൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്താൻ ഇപ്പോൾ അവിടുത്തെ വയസ്സ് സമ്മതിക്കാതിരിക്കുമ്പോ കൈകൊണ്ടിങ്ങനെ കിതാബ് രചിക്കുമ്പോ ഇപ്പൊ എനിക്ക് കൈകൊണ്ട് കിതാബ് എഴുതാൻ കഴിയുന്നില്ല, നിങ്ങൾ ദുആ ചെയ്യണം. അവിടുത്തെ കയ്യിലേക്കൊരു വറ വന്നിരിക്കുകയാണ്. അല്ലാഹുവേ നീ അത് മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. അവിടുത്തെ തടലും നേതൃത്വം ദീർഘകാലം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. 92.5 വയസ്സായിട്ട് പോലും ഇസ്ലാമിക പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനായ എം.എ. ഉസ്താദ്, അങ്ങയുടെ നേതൃത്വം നൽകപ്പെടുന്ന സ്ഥാപനമാണല്ലോ ജാമിയത്തുൽ സഅദിയത്തുൽ അറബിയ്യ. ആ സ്ഥാപനത്തിൽ
പ്രവർത്തകരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ആ സ്ഥാപനത്തിന്റെ പ്രചാരകരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ അവിടെ വലിയ സമ്മേളനം നടക്കുമ്പോ നിങ്ങളെ ക്ഷണിക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം നിങ്ങൾ എം എ ഉസ്താദിന്റെ നാട്ടിന്റെ സമീപത്ത് താമസിക്കുന്നവരാണ്, ഉസ്താദിനെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ നിലക്കും സഅദിയന്റെ പ്രവർത്തകരാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണ് ഞാൻ സഅദിയക്ക് പ്രവർത്തിക്കുന്നത്? എന്തിനാണ് ഞാൻ സഅദിയക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്? എന്തിനാണ് ഇവരൊക്കെ സഅദിയക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ഞാൻ ഇവിടുന്ന് മരിച്ചാലും എന്റെ അഡ്രസ് ഇവിടുന്ന് മാഞ്ഞു പോകാൻ പാടില്ല. മുഅ്മിനേ, ഞാൻ ചോദിക്കട്ടെ, പിലാവളപ്പിൽ എത്ര വലിയ വലിയ കാരണവന്മാര് മരണപ്പെട്ടുപോയി, എത്ര വലിയ ഹാജിമാര് മരണപ്പെട്ടുപോയി, നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകിയ പലവരും മരണപ്പെട്ടു പോയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് സ്വന്തം മക്കൾക്ക് തന്നെ ഖബർ എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല. സ്വന്തം മക്കൾ സിയാറത്തിന് പോയി ഖബർസ്ഥാനിൽ എവിടെ ബാപ്പാന് ഖബറെന്ന് ചോദിച്ചാൽ അറിയില്ല. ആ നിലക്ക് മറന്നുപോയ രംഗമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഒരിക്കലും എന്റെ പേര് മറന്നു പോകാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് മരിച്ചാലും എന്റെ പേര് അസ്തമിച്ചു പോകാൻ പാടില്ല. ഈ സെന്ററിന്റെ മേൽഭാഗത്തേക്ക് നിങ്ങളൊന്ന് നോക്കുന്നുണ്ടോ? ആരെയാണ് സ്മരിക്കപ്പെടുന്നത്? വന്യരായ പി എ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ എത്തിക്കൊടുക്കുമാറാകട്ടെ. ആ പി ഉസ്താദ് വഫാത്തായി കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു, ഇന്നും ഉസ്താദിനെ മറന്നിട്ടില്ല. ആ പണ്ഡിത കേസരിയെ സ്മരിക്കപ്പെടുകയാണ്. അതുപോലെ നമ്മളെയും മറക്കരുത്. ഓ എന്റെ SSFന്റെ പ്രവർത്തകരെ, ഓ ഖാലിദിനെ നമ്മൾ മറന്നിട്ടില്ല, വെള്ളില പൈസയെ നമ്മൾ മറന്നിട്ടില്ല, അതുപോലെ അബ്ദുർ റസാഖ് കൊത്തിയെ നമ്മൾ മറന്നിട്ടില്ല. എത്ര പ്രവർത്തകരെയാണ് സ്മരിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മറക്കാതെ നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത്? അത് നമ്മൾക്ക് നേതൃത്വം നൽകിയ വലിയ വലിയ പ്രവർത്തകരാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മരിച്ചാലും നമ്മളെ പേര് മരിക്കാതെ ഇവിടെ ബാക്കിയാകണം. എന്തിനാണ് പേര് മരിക്കാതെ ബാക്കിയാകുന്നത്? അതേ, എനിക്ക് അഭിമാനം കിട്ടാനല്ല, അഹങ്കരിക്കാനല്ല. പിന്നെയോ ഇവിടെ ഈ പിലാവളപ്പിൽ ഇനിയൊരു SSFന്റെ പരിപാടി നടക്കുമ്പോ സാധുവായ ഞാൻ മരണപ്പെട്ടു പോയാലും ഈ നാട്ടുകാർ എനിക്ക് വേണ്ടി ദുആ ചെയ്യൂലേ? നിങ്ങൾ എനിക്ക് ദുആ ചെയ്യൂലേ? അതുപോലെ ഈ നാട്ടിലെ സജീവ പ്രവർത്തകൻ മരണപ്പെട്ടു പോയാൽ ഇനിയും ഇവിടെ പരിപാടി സംഘടിപ്പിക്കാനില്ലേ? ഈ സുന്നി സെന്ററിൽ ദിക്ർ ഹൽക്ക നടക്കാനില്ലേ? ഞാൻ എന്റെ കൂട്ടുകാരോട് പറയട്ടെ, ഇവിടെ സഹായിക്കാൻ പലവരുമുണ്ട്, ഇവിടെ കൈപിടിക്കാൻ പലവരുമുണ്ട്. ഏത് വിഷമത്തിനും എന്നെ സഹായിക്കാൻ കൂട്ടുകാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ചങ്ങാതിമാരുണ്ട്. പക്ഷേ എല്ലാവരും കൈവിടുന്ന ഒരു സമയമുണ്ട്. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളെ കൈവിടുന്നൊരു സമയമുണ്ട്. ഏതാണ് രംഗം? എല്ലാവരും എന്നെ ജനാസ കൊണ്ടുപോയി പള്ളിക്കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിൽ എന്റെ ജനാസ വെച്ചപ്പോ പിന്നെ അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആ ഖബറിൽ ഒറ്റക്കായി കിടക്കുകയാണ്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഒറ്റക്കായി കിടക്കുന്ന ഖബറ്, സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ? അതാ ഖബറിൽ എന്നെ കൊണ്ടുവച്ചിട്ട് അവിടെ കൂടിയവരൽപ്പം അങ്ങോട്ട് നീങ്ങിപ്പോകുമ്പോ അതാ ഖബർ എന്നെ പിടിച്ചു വല്ലാത്ത ഒരു കുലുക്കല് കുലുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ ആദ്യ രാത്രിയിൽ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന സ്വഭാവം കഴിഞ്ഞവര് അറിഞ്ഞിട്ടില്ലേ? ആ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ അതാ ഖബറിൽ കൊണ്ടുവച്ച ഒരു മനുഷ്യന് പുതുനാരിപ്പെണ്ണിനെ പുതിയാപ്പള കെട്ടിപ്പിടിക്കുന്നത് പോലെ ഒരൊറ്റ അണുക്കലങ്ങെടുക്കുമ്പോ മഴക്കാലത്ത് നടുറോട്ടിലൂടെ വണ്ടികളോടുമ്പോ ആ വണ്ടിന്റെ ടയറിന്റെ അടിഭാഗത്ത് കുടുങ്ങിയ തവളകളെ കണ്ടിട്ടില്ലേ നിങ്ങള്? ചിന്നിച്ചിതറിയ തവളയെ കണ്ടിട്ടില്ലേ? ഇതുപോലെ ഖബർ ഒരു അടക്കല് അടക്കുമ്പോ ആ
കബറിൽ കൊണ്ടുവച്ച മയ്യത്ത് ചിന്നിച്ചിതറി അങ്ങോട്ട് തെറിക്കുകയാണ്, എല്ലങ്ങോട്ട് പുറത്തേക്ക് തെറിക്കുകയാണ്, അവന്റെ കുടലങ്ങോട്ട് പുറത്തേക്ക് തെറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് ഒരാളെയും കബറ് വെറുതെ വിട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രഗൽഭനായ സ്വഹാബിയല്ലേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ ഇഹ്തസൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ അർശ് കിടുകിടുകിട് കുലുങ്ങിപ്പോയി എന്ന് അതാ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചില്ലേ. ആ സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്തായപ്പോ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജനാസ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അതേ നേരെ കാൽപ്പാരം കുത്തി നടക്കാതെ അവിടുത്തെ കാൽവിരലിങ്ങനെ കുത്തി 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 നടക്കുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, തങ്ങൾ ഈ നിലക്ക് നടക്കാനുള്ള കാരണം എന്താണ് നബിയേ? അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ മറുപടി, സഅദിന്റെ ജനാസയ്ക്ക് സ്വീകരണം കൊടുക്കാൻ, സഅദിനൊരു യാത്രയിപ്പ് നൽകാൻ 70,000-ഓളം വരുന്ന മലായികത്തീങ്ങള് ഇവിടെ ഇറങ്ങിപ്പോയി. ഇവിടെ കാലുകുത്താനുള്ള സ്ഥലം ഇല്ല, കാലുകുത്താനുള്ള സ്ഥലം പോലുമില്ലാതെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ സഹാബത്ത് അതേ നബി തങ്ങൾ കാലിങ്ങനെ കുത്തിയപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്തിന്റെ ചോദ്യം, എന്തിനാ നബി അങ്ങനെ നടക്കുന്നത്? അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ മറുപടി, ഇവിടെ കാലുകുത്താൻ സ്ഥലം ഇല്ല. സുബ്ഹാനല്ലാഹ്. ആ സഅദ് തങ്ങളെ ജനാസ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ആ ഖബറിന്റെ അകത്തേക്ക് സഅദ് തങ്ങളെ ജനാസ അങ്ങോട്ട് താഴ്ത്തുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിന്റെ അകത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. ചോദിച്ചില്ലേ സ്വഹാബത്ത്, എന്തിനാണ് നബിയെ തങ്ങൾ ചിരിക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഈ സഅദിന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ താത്തുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഹൂറുല്ലീങ്ങളായ സ്വർഗീയ സ്ത്രീകൾ വന്നിട്ട് അതാ ജനാസനെ സ്വീകരിക്കുക. അവിടുന്ന് ഹൂറുല്ലീങ്ങളായ സ്ത്രീകൾ കൈനീട്ടുന്നു. അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. അല്ലാഹു അഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇനി നിങ്ങൾ കേൾക്കണോ? ആ സഅദ് തങ്ങളെ ജനാസ ഖബറിന്റെ അകത്ത് വെച്ചപ്പോൾ ഇതുവരെ പുഞ്ചിരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഅദിന്റെ ജനാസ ഖബറിന്റെ അകത്തേക്ക് താത്തി. എന്നിട്ടതാ കല്ല് വെച്ച് മണ്ണിട്ട് എല്ലാം ഖബറിന്റെ പടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് സ്വഹാബത്ത് മാറാൻ വേണ്ടി തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ അകത്ത് നിന്നിട്ട് ഒരത്ഭുതത്തോടെ മുഖത്തിന്റെ കളർ മാറലോടുകൂടെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ കളർ മാറുന്നു. അത്ഭുതത്തോടെ റസൂലുള്ളാഹി തങ്ങൾ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, നല്ല നബിയെ, ഇതുവരെയുണ്ടായ സന്തോഷം എവിടെ പോയി? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടവിടെ, പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. ഖബറിന്റെ ഒരു സ്വഭാവമുണ്ട്. എന്താണ് ഖബറിന്റെ സ്വഭാവം? ഖബറിൽ ആരെ കൊണ്ടുവച്ചാലും ഖബർ അപ്പ തന്നെ പിടിച്ച് കുലുക്കിക്കളയും, ഇടുക്കിക്കളയും. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ സഅദിന്റെ ജനാസയെ ഖബർ തൊടൂല. എന്തുകൊണ്ട്? അർശ് കുലുങ്ങിയ ആ ജനാസയാണ്. 70,000-ഓളം മലക്കുകൾ ഇറങ്ങിയ ജനാസയാണോ? ഹൂറുല്ലീങ്ങളാകുന്ന സ്ത്രീകൾ കൈനീട്ടി സ്വാഗതം ചെയ്ത ജനാസയാണോ? ഞാൻ വിചാരിച്ചു ഈ ജനാസയെ ഇല്ല, ഖബർ തൊടൂല. പക്ഷേ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറിൽ വെച്ചപ്പോൾ ഖബർ സഅദിനെ പോലും വിട്ടിട്ടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, 70,000
ഇതാണ് ഖബറിന്റെ അവസ്ഥയെങ്കിൽ നമ്മുടെ ഉപ്പമാരൊക്കെ പോയ ഖബർ, നമ്മളെ കുടുംബക്കാരൊക്കെ പോയ ഖബർ, നമ്മളും പോകാനുള്ള ഖബർ അല്ലേ? പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഖബറിൽ ഒറ്റക്കായി കിടക്കുന്ന സമയത്ത് ആ ഖബറിലേക്കൊരു ദുആ കിട്ടിയാൽ ഇമാമുൽ ഗസാലി തങ്ങൾ എഴുതി വെച്ചത് കാണാം. ഒറ്റക്കായി ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ഒരാളെ ദുആ കിട്ടിക്കഴിഞ്ഞാൽ അതാ ഹബീബ് തങ്ങൾ പറയുന്നു,